കണ്ട ഈ കടലിൽ കൂടെ ഒരു പാലം പോലെ കിടക്കുന്ന കണ്ടോ. ഇപ്പം ഇതിൻ്റെ പുറകിലുള്ള മിത്തോളജി എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതെന്താണെന്ന് ഞാനിപ്പോൾ പറയാം. വേറെ ഒന്നല്ല, ഫിൻമക്കൂൾ എന്ന് പറഞ്ഞു, ബെനഡോർ എന്ന് പറഞ്ഞു, 2 രാക്ഷസന്മാർ ഇവിടെ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിൻമക്കൂൾ എന്ന് പറയുന്ന രാക്ഷസൻ ഇവിടെയായിരുന്നു, ഈ നോർത്തേൺ അയർലൻഡ് ജെയിൻ കോസ്വേ എന്ന് പറയുന്ന ഈ സ്ഥലത്ത്. പിന്നെ ബെനഡോണർ എന്ന് പറയുന്ന രാക്ഷസൻ ഇതിൻ്റെ അപ്പുറത്ത്, നേരെ അപ്പുറത്ത് ക്രോസ് അവിടെ വരുന്ന ലാൻഡ് എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിലുള്ള, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്കോട്ട്ലൻഡ് വരുന്നത്. ഈ കടലിൻ്റെ ഈ ക്രോസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് സ്കോട്ട്ലൻഡ് വരുന്നത്. അപ്പോൾ അവിടെയാണ് ബെനഡോർ എന്ന് പറയുന്ന രാക്ഷസൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 രാക്ഷസന്മാരും ഞാനാണ് അടിപൊളി എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് വെല്ലുവിളി ബഹളമാണ്. ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കും. 2 പേരും പരസ്പരം കണ്ടിട്ടില്ല, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളി മാത്രമല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഫിൻമക്കൂൾ ബെനഡോറിനെതിരെ പറയും, ഞാനാണ് സൂപ്പർ, നീ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിൻ്റെ പൊടി പോലും ഉണ്ടാവില്ല, എന്ന് ഞാൻ തട്ടിക്കളയും, അതാണ് ഇതാണ് എന്നൊക്കെ പറയും. നേരെ അവിടെ നിന്ന് ഓപ്പോസിറ്റ് ബെനഡോറും ഇത് തന്നെ പറയും. ഇവർ 2 പേരും തമ്മിലുള്ള ഉച്ചത്തിലുള്ള സംസാരം ഇതും ബഹളമായിരുന്നു. പക്ഷെ ഇവർ 2 പേരും തമ്മിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ദിവസം ഫിൻമക്കൂളിന് തോന്നി, ഇതായത് നമുക്കായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വാശി കയറുമ്പോൾ നമ്മൾ ഭ്രാന്താവുമല്ലോ, ഭ്രാന്തായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവനെ ചെന്ന് 2 കൊടുത്താലോ ശരിയാവുള്ളൂ എന്നും പറഞ്ഞിട്ട് നമ്മളായാലും അങ്ങനെയാണല്ലോ. അങ്ങനെ ഫിൻമക്കൂൾ എന്ത് തീരുമാനിച്ചു, ഇവിടുത്തെ കല്ലുകളെല്ലാം പറക്കിയിട്ട് നേരെ അവൻ്റെ സ്ഥലത്തെത്താം. അങ്ങനെ അവൻ എന്ത് ചെയ്തു, ഈ കല്ലെല്ലാം വാരി കടലിലേക്ക് വീക്കിയിട്ട് ഒരു വഴി പോലെ ഉണ്ടാക്കി. അല്ല, ആ വഴിയാണ് ഈ കാണുന്നത്. വഴി പോലെ ഉണ്ടാക്കി ഇവൻ അവിടെ എത്തി, സ്കോട്ട്ലൻഡിലുള്ള ബെനഡോണറിൻ്റെ അവിടെ എത്തി. ഫിൻമക്കൂൾ പതുക്കെ ഈ കല്ലെല്ലാം കെട്ടിപ്പൊക്കി ആ മലയുടെ മുകളിലോട്ട് കയറണ സമയത്ത് ബെനഡോണറിനെ കണ്ടു. ബെനഡോണർ ഫിൻമക്കൂളിനെ കണ്ടില്ല, പക്ഷേ ഫിൻമക്കൂൾ ബെനഡോണറിനെ കണ്ടപ്പോൾ ഫിൻമക്കൂളിൻ്റെ കിളി പോയി. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കിളി പോയി. അതായത് ഇവൻ്റെ 4 ഇരട്ടി വലുപ്പമുള്ള ഒരു ആജാനുബാഹു രാക്ഷസനായിരുന്നു ബെനഡോണർ. ഫിൻമക്കൂൾ ബെനഡോണറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ രാക്ഷസനാണ്. ഇത് പേടിച്ച് എന്ത് ചെയ്തു, ഫിൻമക്കൂൾ തിരിച്ചിങ്ങോട്ട് ഓടി വന്നു. തിരിച്ച് അവനെ ജീവനും കൊണ്ട് ഓടി തിരിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് സ്വന്തം ഭാര്യയുടെ അടുക്ക പറഞ്ഞു, ഞാൻ അവനെ കുറേ വെല്ലുവിളിച്ചു, അവനെന്നെ കണ്ടു എന്ന് തോന്നുന്നു, അവനെന്നെ കണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ വഴിക്കൂടെ അവൻ തിരിച്ചു വരും, അങ്ങനെയാണെങ്കിൽ അവൻ എന്നെ എന്തായാലും കൊല്ലും, കാരണം അവൻ എൻ്റെ 4 ഇരട്ടി വലുപ്പമുണ്ട്, എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഫിൻമക്കൂളിൻ്റെ ഭാര്യ ഇത്തിരി ബുദ്ധിയുള്ള രാക്ഷസിയായിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ ശരിയാക്കാം, നീ പേടിക്കണ്ട, ഞാൻ ഉണ്ടാക്കി വെച്ച ഒരു തൊട്ടിലുണ്ട് നമ്മുടെ റൂമിൽ, ആ തൊട്ടിലിൽ പോയി കിടക്കാൻ പറഞ്ഞു ഫിൻമക്കൂളിൻ്റെ അടുക്ക. എന്നിട്ട് ഫിൻമക്കൂൾ അവിടെ പോയി കുട്ടി, അതായത് കുഞ്ഞി പോലെ തൊട്ടിലിൽ കിടന്നു. ഇവൾ കുഞ്ഞിനുള്ള ചെറിയ ഭക്ഷണ രീതികളെല്ലാം, അതായത് പാല് പോലെ കുപ്പിയിലൊക്കെ ആക്കി കൊടുത്ത് തൊട്ടിലിൽ കിടത്തി ഫിൻമക്കൂളിനെ. എന്നിട്ട് ഇവൾ വന്നിട്ട് എന്ത് ചെയ്തു, അവിടെ ഏറ്റവും ഉറപ്പുള്ള ഒരു ഇരുമ്പിൻ്റെ ഇതിനകത്ത് കുറച്ച് ചീസെല്ലാം പുരട്ടി ഭക്ഷണം പോലെയാക്കി ടേബിളിൽ വെച്ചു. അപ്പോഴേക്കും ഡോറിൽ മുട്ട് കെട്ടു. അതായത് ഫിൻമക്കൂൾ പറഞ്ഞത് ശരിയായിരുന്നു, ബെനഡോണർ ഈ വഴി കണ്ടപ്പോൾ അതിലൂടെ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വന്നു ഫിൻമക്കൂളിനെ വെല്ലുവിളിക്കാൻ വേണ്ടി. അവർ തമ്മിലുള്ള വാക്കുകൊണ്ടുള്ള വെല്ലുവിളി നിർത്തി നേരിട്ടാവാന്നുള്ള രീതിയിൽ അവൻ ഇങ്ങോട്ട് തിരിച്ചിവിടെ എത്തി ഡോറി മുട്ടിപ്പോൾ ഭാര്യ പോയി വാതിൽ പറഞ്ഞു. എന്നിട്ട് ഇവൻ ചോദിച്ച വഴിക്ക് ഭാര്യ പറഞ്ഞു, ഫിൻമക്കൂൾ പുറത്ത് പോയേക്കാണ്, കൊച്ചിനുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പോയേക്കാണ്, എൻ്റെ കുട്ടി റൂമിൽ കിടന്ന് ഉറങ്ങാണ്, ഞാനപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ വീട്ടിൽ അതിഥിയായിട്ട് വന്നതല്ലേ, അകത്ത് കയറിയിരിക്കും, ഞാൻ ഭക്ഷണം റെഡിയാക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവള് അടുക്കളയിൽ റെഡിയാക്കി വെച്ച ഫുഡ് അതിനകത്ത് കുറച്ച് ചീസെല്ലാം തേച്ച് നേരെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വിരുന്നിന് ക്ഷണിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണിത്, നിങ്ങൾ കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞ് കൊടുത്തു. അങ്ങനെ ഈ ബെനഡോണർ എന്ത് ചെയ്തു, ആ ഫുഡ് കഴിക്കാൻ ശ്രമിച്ചു. കടിച്ചപ്പോൾ പല്ല് തെറിച്ച് പോയി പറഞ്ഞു.
പല്ലുകൊണ്ട് കടിക്കാൻ പറ്റുന്നില്ല, അത്ര ഉറപ്പുള്ള സാധനം. അപ്പോൾ ബെനഡോറിന് പതുക്കെ പേടിയാവാൻ തുടങ്ങി. കാരണം ഫിൻമക്കോളിനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. എന്നേലും വലിയ രാക്ഷസനാണ് ഇവനും തോന്നുന്നുണ്ട്. കാരണം ഇവൻ കഴിക്കുന്ന ഭക്ഷണം പോലും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ ഇവൻ എന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? പേടിച്ചു കഴിഞ്ഞപ്പോൾ മുറിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് മുറിയിലോ അതെന്താ അവനവിടെ ഉണ്ടോ ഒന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ബെനഡോണർ പോയി റൂമിൽ പോയി വാതിൽ തുറന്നപ്പോൾ തൊട്ടിൽ ഒരു കുട്ടി പോലെ ഒരാൾ കിടക്കുന്നു. കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൻമക്കോളാണ് അവിടെ കിടക്കുന്നത്. ഫിൻമക്കോള് രാക്ഷസനാണ്. അപ്പം അത്യാവശ്യം വലുപ്പമുണ്ട്, ഇവനേലും ചെറുതാണെന്നുള്ളൂ. അപ്പോൾ ഈ രാക്ഷസൻ അവിടെ കണ്ടപ്പോൾ ബെനഡോണർ പേടിച്ചു. ഫിൻമക്കോളിൻ്റെ കുട്ടിക്ക് തന്നെ ഇത്ര വലുപ്പമുണ്ട്. അപ്പോൾ ഫിൻമക്കോളിനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ജീവനും കൊണ്ട് ഓടാമെന്ന് പറഞ്ഞ് അവൻ തിരിച്ച് ഓടി. പിന്നെ ഒന്നിനും നിന്നില്ല, വെയിറ്റ് ചെയ്തില്ല, നേരെ ഓടാൻ തുടങ്ങി. സ്പീഡിൽ ഓടാൻ തുടങ്ങി. ഓടി പോകും വഴിക്ക് അല്ലെങ്കിൽ കല്ലെല്ലാം അവൻ തട്ടി മാറ്റി റോഡ്, അതായത് ഈ കടലിന് കുറുകെയുള്ള ആ ഫിൻമക്കോൾ ഉണ്ടാക്കിയ വഴിയെല്ലാം പൊളിച്ച് കളഞ്ഞ് അവൻ ഓടി. കാരണം ഇതാണ് രാക്ഷസൻ ഓടിപ്പോയപ്പോൾ കാലൊന്നും ഊരിപ്പോയ ബോട്ട്. അപ്പോൾ ഭാര്യയുടെ ബുദ്ധി എന്തായാലും വിജയിച്ചു. അങ്ങനെ ബെനഡോണർ അവിടെ ഓടിപ്പോയി, ഫിൻമക്കോൾ രക്ഷപ്പെട്ടു. ഇതാണ് ഇവിടെ പറയുന്ന മിത്തോളജി, അതായത് പുരാണകഥ. നമ്മുടെ ഈ ശ്രീലങ്ക രാമേശ്വരം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന രാമസേതു പോലെ ഒരു കഥ. അപ്പം അങ്ങനെ ഒരു കഥ കൂടെ ഇതിൻ്റെ പുറകിലുണ്ട്. നമുക്ക് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ല രസകരമായ ഒരു കഥ. അപ്പോൾ ശാസ്ത്രപരമായിട്ട് വോൾക്കാനിക് ഇറപ്ഷൻ വഴിയും മിത്തോളജി വഴി ഇതുമാണ് ഇതിൻ്റെ പുറകിലുള്ള സീക്രട്ട്. നമ്മൾ ഈ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുമല്ലോ. അപ്പോൾ അവർ വേറൊരു പ്ലാനറ്റ് ഉണ്ടാക്കിയിട്ട് ഈ സ്പേസ് സംബന്ധമായ മൂവീസെല്ലാം വരുമ്പോൾ നമ്മൾ വേറെ പ്ലാനറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഒരു ലൊക്കേഷൻ. വേൾഡ് ഫേമസ് വെബ് സീരീസ് ആയിട്ടുള്ള ഗെയിം ഓഫ് ത്രോൺസിൻ്റെ മെയിൻ ലൊക്കേഷനുകളിലൊന്നാണ് ഈ പറയുന്ന ബെൽഫാസ്റ്റിലുള്ള ജെയിൻ കോസ്വേ, അതേമാതിരി ഡാർക്ക് ഹെഡ്ജ്, പിന്നെ ഡൺലൂ കാസിൽ. ഇതെല്ലാം അതിൻ്റെ ഫേമസ് ലൊക്കേഷനുകളാണ്. അപ്പോൾ അതിലെ മെയിനായിട്ടുള്ള ഡാർക്ക് തീം ഫാൻറ്റസി വേൾഡ് ക്രിയേഷനിലെല്ലാം ഈ ലൊക്കേഷൻസ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതപ്പോൾ നിങ്ങൾ കണ്ടോ? എൻ്റെ പൊന്നോ, അതായത് ഞാനിപ്പോൾ ശരിക്കും നേരിട്ട് നമ്മൾ ടി വി കാണുന്ന പോലെ ഒന്നല്ല, എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അത്ഭുതത്തിന്. ഒരു അത്ഭുതമായിരുന്നു. ഞാനിവിടെ വന്നു, എനിക്കിവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ആക്ച്വലി നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല. ഞങ്ങളിവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഗംഭീര സെറ്റപ്പ് കാണുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് പോവാം, അവിടെ പോയിട്ട് നോക്കാം ബാക്കി.